ध्यायामोन्दवलावगुण्डनवतीं तेजोमयीं नैष्ठिकीं स्निग्धापाङ्कविलोकिनीं भगवतीं मन्दस्मितश्रीमुखीं वात्सल्यामृतवर्षिणीं सुमधुरं संकीर्तनालापिनीं श्यामाङ्कीं मधुसिक्तसूक्तिम् അമൃതാനന്ദാത്മികാം ഈശ്വരേ. ഓം അമൃതേശ്വരിയെ നമഃ. എൻ്റെ എല്ലാമായ പൊന്നമ്മയ്ക്ക് അനന്തകോടി പ്രണാമങ്ങൾ. എൻ്റെ ഈ കുടുംബത്തിലെ സംപൂജ്യരായ സ്വാമിജിമാർക്കും സ്വാമിനിമാർക്കും എൻ്റെ സാദര പ്രണാമങ്ങൾ. കൂടാതെ ഈ അമൃത കുടുംബത്തിലെ എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം. ഓൺലൈനിലിരിക്കുന്ന അമ്പോറ്റമ്മയുടെ പൊന്നോമന മക്കൾക്കും എൻ്റെ സാദര പ്രണാമങ്ങൾ. നമ്മുടെ കുടുംബത്ത് സത്സംഗ പരമ്പര നടക്കുമ്പോൾ കുട്ടികളോടും സത്സംഗം പറയാൻ അമ്പോറ്റമ്മ ആവശ്യപ്പെട്ടു. അമ്പോറ്റമ്മയുടെ അടുത്തിരിക്കാൻ ഇതൊരു അവസരമാണല്ലോ എന്നോർത്ത് ഞാനും എഴുതാൻ തുടങ്ങി. അങ്ങനെ മാത്രം കണ്ട് എഴുതി തുടങ്ങിയ ഈ വരികളിൽ ഉണ്ടായേക്കാവുന്ന തെറ്റുകുറ്റങ്ങൾ ക്ഷമിച്ച് തിരുത്തി തരണമേ എന്ന് അമ്പോറ്റമ്മയോടും എല്ലാവരോടും പ്രാർത്ഥിച്ചു കൊണ്ട് തുടങ്ങട്ടെ. അമ്പോറ്റമ്മയിലൂടെയും ആശ്രമ ജീവിതത്തിലൂടെയും ഭഗവത്ഗീത ക്ലാസ്സുകളിലൂടെയും മറ്റും മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇവിടെ പങ്കുവയ്ക്കാൻ ശ്രമിക്കാം. ഈ സത്സംഗം എഴുതുമ്പോൾ ആദ്യമായ അമ്പോറ്റമ്മയെ കണ്ടതിനെ പറ്റി ഓർത്തപ്പോൾ അതിനെക്കുറിച്ച് വർണ്ണിക്കുവാൻ എനിക്ക് വാക്കുകളില്ല. എന്തെന്നാൽ അതിനെക്കുറിച്ചുള്ള ഓരോർമ്മയും എനിക്കില്ല. പിന്നെ അമ്പോറ്റമ്മയോടൊപ്പം കളിച്ച് രസിക്കുന്ന സുന്ദര നിമിഷങ്ങൾ മാത്രം നിറഞ്ഞു നിൽക്കുകയാണ് എൻ്റെ ജീവൻ മുഴുവനും. സന്തോഷം വന്നാലും ദുഃഖം വന്നാലും അസുഖം വന്നാലും അമ്പോറ്റമ്മയോടാണ് ആദ്യം പറയാറ്. ഈ കൊറോണ കാലത്ത് എല്ലാത്തിനും നിയന്ത്രണമായി. അമ്പോറ്റമ്മയുടെ ഉമ്മയും ചോക്ലേറ്റിനും ഒപ്പം നൽകുന്ന ഉപദേശങ്ങളും ചിലപ്പോഴുള്ള കാളീഭാവവും ഞങ്ങൾ മക്കൾക്ക് കിട്ടുന്ന മഹാഭാഗ്യങ്ങളാണ്. കൂടാതെ അഭിവന്ദ്യരായ സ്വാമിജിമാരും സ്വാമിനി അമ്മമാരും മടിയിലിരുത്തി കഥകളിലൂടെയും ഉപദേശങ്ങളിലൂടെയും പ്രേമാമൃതം ആവോളം മൂട്ടിയാണ് ഞങ്ങളെ വളർത്തുന്നത്. കുഞ്ഞായിരുന്നപ്പോൾ ഭക്ഷണം കഴിക്കാൻ മടിയായതിനാൽ എനിക്കിഷ്ടപ്പെട്ട മാമ്പഴവും ചോക്ലേറ്റും ഒക്കെ എനിക്കായി കരുതി സ്നേഹത്തോടെ എന്നെ ഊട്ടിയ ഭാവാമൃതജിയെ ഈ നിമിഷത്തിൽ ഞാൻ സ്നേഹപൂർവ്വം ഓർക്കുകയാണ്. പിന്നെ ഇവിടെയുള്ളവരെ എല്ലാവരും ഇങ്ങനെ തന്നെ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കും. എന്ത് രസമാണെന്നോ ഇവിടം. ഈ സ്വർഗഭൂമിയിൽ ഞങ്ങൾക്ക് കിട്ടാതായിട്ടൊന്നുമില്ല. ഗീത ക്ലാസ്, വേദ ക്ലാസ്, സംസ്കൃത ക്ലാസ്, സംഗീതം, നൃത്തം, തബല, ഗഞ്ചിറ അങ്ങനെ നീളുന്നു. അമ്പോറ്റമ്മയുടെ അമൃതസൂത്രങ്ങളെ ഞങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ലളിതമായി വിശദീകരിച്ചുകൊണ്ടും ശാസ്ത്രവുമായി വിശകലനം ചെയ്തുകൊണ്ടും ധ്യാനാമൃത സ്വാമിജി എടുക്കുന്ന ഗീത ക്ലാസ് ജീവിത സാഹചര്യങ്ങളിൽ ഇവ എങ്ങനെ പ്രയോഗിക്കണമെന്നും കൂടി പഠിപ്പിച്ചു തരുന്നു. ജീവിതത്തെപ്പറ്റി, മരണത്തെപ്പറ്റി, പരാജയത്തെപ്പറ്റി, ദുഃഖത്തെപ്പറ്റി അങ്ങനെ എല്ലാത്തിനെയും പറ്റിയുള്ള എൻ്റെ കാഴ്ചപ്പാട് അപ്പാടെ മാറി. ഗീതാമൃതം മനനം ക്യാമ്പയിൻ, ഗീതായാത്ര, ശ്മശാനത്തിൽ പോയത്, ശവശരീരം കണ്ടുപഠിച്ചത് അങ്ങനെ ഇതെല്ലാം പുതിയ പുതിയ അനുഭവങ്ങൾ സമ്മാനിച്ചു. ഈ അവസരത്തിൽ ഗീതാ ക്ലാസ് വളരെ രസകരമായി ഞങ്ങളുടെ ജീവിതത്തിനോട് ഇണക്കി ചേർത്ത് പഠിപ്പിച്ചു തരുന്ന ഞങ്ങളുടെ ധ്യാനാമൃത സ്വാമിയെയും ഞാൻ മനസ്സാ നമിക്കുന്നു. ഈ ആശ്രമാന്തരീക്ഷത്തിൽ വളരാൻ ഭാഗ്യം സിദ്ധിച്ചത് തന്നെ അമ്പോറ്റമ്മയുടെ അപാര കൃപയാണ്. ഒരിക്കൽ അമ്പോറ്റമ്മ പറഞ്ഞു, ശ്രീരാമന്റെ മക്കളായ ലവനെയും കുശനെയും പോലെ തന്നെ ഭാഗ്യവാന്മാരാണ് ഇവിടത്തെ കുഞ്ഞുമക്കളും എന്ന്. രാജാവിൻ്റെ മക്കളായ ലവകുശന്മാർ വളർന്നത് ആശ്രമാന്തരീക്ഷത്തിലായിരുന്നു. തീർച്ചയായിട്ടും നമ്മൾ വളർന്നു വരുന്ന സാഹചര്യം നമ്മെ വളരെയേറെ സ്വാധീനിക്കുന്നുണ്ട്. കുഞ്ഞുനാളിൽ കിട്ടുന്ന സ്നേഹലാളനത്തോടെയുള്ള ഉപദേശങ്ങളും മൂല്യാധിഷ്ഠിതമായ ജീവിതവും
ധർമ്മനിഷ്ഠയും നമ്മെ നാമായി മാറ്റുന്നതിൽ വളരെ വലിയ പങ്ക് വഹിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഒരു തത്തമ്മ കഥ അമ്പൂറ്റമ്മ പറയാറുണ്ട്. ഒരു ദിവസം വേട്ടയാടാനായി വന്ന ആ ദേശത്തെ രാജാവ് വഴിതെറ്റി കാട്ടിൽ കുടുങ്ങി. അദ്ദേഹം ആലഞ്ഞു തിരിഞ്ഞു ഒടുവിൽ വിശ്രമിക്കാൻ ഒരു വലിയ മരത്തിന് ചുവട്ടിലിരുന്നു. പെട്ടെന്നൊരു ശബ്ദം കേട്ടു. ആശാനെ, ആശാനെ, നോക്കൂ, ഒരു യാത്രക്കാരൻ. നമുക്ക് അവനെ കന്ന് സാധനങ്ങളെല്ലാം തട്ടിയെടുത്താലോ? ഇത് കേട്ട രാജാവ് പരിഭ്രാന്തനായി. അദ്ദേഹം ചുറ്റും നോക്കി. അപ്പോഴാണ് മരത്തിലിരിക്കുന്ന ഒരു തത്തയായിരുന്നു അത് പറഞ്ഞത്. രാജാവ് പെട്ടെന്ന് തന്നെ അവിടം വിട്ടുപോയി. അങ്ങനെ കുറെ നടന്നപ്പോൾ അദ്ദേഹം ഒരു ആശ്രമം കണ്ടു. അദ്ദേഹത്തിന് ആശ്വാസമായി. അതാ അവിടെയും നേരത്തെ കണ്ട അതേ തത്ത. പക്ഷെ ഈ തത്ത തികച്ചും വ്യത്യസ്തമായിരുന്നു. തത്ത പറഞ്ഞു, പ്രഭു, അവിടുന്ന് ക്ഷീണിതനാണെന്ന് തോന്നുന്നു. ദയവായി വന്നിരുന്ന് കുറച്ച് വെള്ളം കുടിച്ച് ക്ഷീണമകറ്റിയാലും ഞാൻ സ്വാമിയെ വിളിക്കാം എന്നും പറഞ്ഞ് തത്ത അകത്തേക്ക് പറന്നുപോയി. രാജാവിനെ സന്യാസി സ്വീകരിച്ചിരുത്തി. താൻ കണ്ട 2 തത്തകളെക്കുറിച്ചും രാജാവ് സന്യാസിയോട് പറഞ്ഞു. അവ രണ്ടും ഒരുപോലെ കാണപ്പെട്ടുവെങ്കിലും തികച്ചും വ്യത്യസ്തമായി പെരുമാറിയ കാര്യം സന്യാസിയോട് പറഞ്ഞു. ജ്ഞാനിയായ സന്യാസി രാജാവിനോട് ഈ തത്തകളുടെ കഥ വിവരിച്ചു. ഒരിക്കലൊരിടത്ത് ഒരമ്മ തത്തയും 2 കുഞ്ഞു തത്തകളും ഉണ്ടായിരുന്നു. ഒരു ദിവസം ഒരു വലിയ കൊടുങ്കാറ്റ് വന്നപ്പോൾ അതിൽപ്പെട്ട് അമ്മ തത്ത മരിച്ചും പോയി, കുഞ്ഞുങ്ങൾ 2 കാറ്റത്ത് പറന്നും പോയി. ആദ്യത്തെ കുഞ്ഞു തത്ത ആ കൊള്ളക്കാരൻ്റെ ഗുഹയ്ക്ക് മുന്നിലും രണ്ടാമത്തെ കുഞ്ഞു തത്ത ഈ ആശ്രമത്തിനു മുന്നിലും വീണു. അവർ 2 അവിടെ വളരാൻ തുടങ്ങി. ആ തത്തകളാണിവർ. അത് കേട്ട രാജാവ് അത്ഭുതപ്പെട്ടുപോയി. ഈ കഥയിൽ തത്തകളുടെ സ്വഭാവം വ്യത്യസ്തമായിരിക്കാൻ കാരണം അവ വളർന്നു വന്ന സാഹചര്യമാണ്. ആദ്യത്തെ തത്തയെ വളർത്തിയത് കൊള്ളക്കാരനും രണ്ടാമത്തെ തത്തയെ വളർത്തിയത് സന്യാസിയുമാണ്. ഈ 2 തത്തകളെ പോലെ തന്നെ കൊള്ളക്കാരനോ സന്യാസിയോ ആര് വേണം നമ്മുടെ മനസ്സിനെ പരിപോഷിപ്പിക്കേണ്ടത് എന്ന് നമ്മൾ തീരുമാനിക്കണം. സന്യാസി ദേവി സമ്പത്തിനെ പ്രതിനിധീകരിക്കുന്നു, കൊള്ളക്കാരൻ ആസുരീക സമ്പത്തിനെ പ്രതിനിധീകരിക്കുന്നു. നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിച്ച് മോക്ഷമാകുന്ന ലക്ഷ്യപ്രാപ്തിയിലേക്ക് നയിക്കുന്ന ഗുണങ്ങളാണ് ദേവി സമ്പത്ത്. അപ്പോൾ ആസുരിക സമ്പത്തോ? മനസ്സിനെ മലിനമാക്കി നമ്മെ ലക്ഷ്യപ്രാപ്തിയിൽ നിന്ന് അകറ്റുന്ന കാമക്രോധ ലോപാദികൾ പോലുള്ള ദുർവാസനകളാണവ. ഇത് സദ്ഗുണങ്ങൾ സമ്പാദിക്കണോ അതോ ദുർഗുണങ്ങൾ സമ്പാദിക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. എല്ലാവരിലും ദേവീ ഗുണങ്ങളും ആസുരിക ഗുണങ്ങളും ഏറിയും കുറഞ്ഞും ഉണ്ടാവും. നമ്മളുടെ ഉള്ളിൽ ഈ 2 ഗുണങ്ങളും തമ്മിൽ നിരന്തരം യുദ്ധം തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു. രാവിലെ അർച്ചനയെല്ലാം ചെയ്ത് വീട്ടിൽ അമ്മയെ സഹായിച്ച് ശാന്ത സ്വരൂപിണിയായിരിക്കുന്ന ഞാൻ അതേ ദിവസം തന്നെ വൈകിട്ട് പേനയ്ക്ക് വേണ്ടി ചേച്ചിയുമായിട്ട് വഴക്കിടും. വീട്ടിൽ രാമായണത്തിലെ എല്ലാ കഥാപാത്രങ്ങളും മിന്നിമറയാറുണ്ട്. ചിലപ്പോൾ ശ്രീരാമനായി അമ്മയ്ക്ക് ഉപദേശം നൽകാറുമുണ്ട്, രാവണനുമായി ചേച്ചിയുമായി യുദ്ധം ചെയ്യാറുമുണ്ട്. അമ്പൂറ്റിയമ്മ ചോദിക്കാറില്ലേ, നിങ്ങൾക്ക് രാവണനാവണോ അതോ രാമനാവണോ എന്ന്? 2 നമ്മളുടെ ഉള്ളിലുണ്ട്. എന്തിനെ നമ്മൾ വളർത്തുന്നു എന്നതിനനുസരിച്ച് രാമനുമാകാം രാവണനുമാകാം. നമ്മുടെ ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യപ്രാപ്തിക്ക് ആസുരിക ഗുണങ്ങളെ ഇല്ലാതാക്കുകയും ദൈവിക ഗുണങ്ങളെ വളർത്തിയെടുക്കുകയും വേണം. ശ്രീമദ് ഭഗവത്ഗീതയിലെ 16-ാം അധ്യായത്തിൽ ആദ്യത്തെ 3 ശ്ലോകങ്ങളിലായി 26 ദേവി സമ്പദ് ഗുണങ്ങളെ പറ്റിയാണ് പറയുന്നത്. അതിലെ 6 ഗുണങ്ങളെ പറ്റി എനിക്ക് അറിയുന്ന മനസ്സിലാക്കിയ കാര്യങ്ങൾ ഞാനിവിടെ പങ്കുവയ്ക്കാൻ ശ്രമിക്കാം. തേജക്ഷമാ ധൃതി ശൗചം അദ്രോഹോ നാതിമാനിതാ ഭവന്തി സമ്പതം ദൈവീം അഭിജാതസ്യ ഭാരത. ഹേ അർജുന, തേജസ്, ക്ഷമ, സഹനശക്തി, ശുചിത്വം, ആരെയും ഒന്നിനെയും ദ്രോഹിക്കാതിരിക്കൽ, വിനയം എന്നിവ ദേവി സമ്പത്തോടെ ജനിച്ചവൻ്റെ ഗുണങ്ങളാണ് എന്നാണ് ഭഗവാൻ പറയുന്നത്. ഈ ശ്ലോകത്തിൽ പറയുന്ന ആദ്യത്തെ ഗുണമാണ് തേജസ്.
തേജസ് എന്നാൽ മനസ്സും ബുദ്ധിയും പ്രകാശപൂർണമായിരിക്കുന്ന അവസ്ഥ. അറിവാണ് പ്രകാശം. നമുക്ക് കിട്ടിയ അറിവിനെ വേണ്ട സമയത്ത് ശരിയായ രീതിയിൽ സമൂഹത്തിനും ലോകത്തിനും വേണ്ടി പ്രയോഗിക്കാനുള്ള കഴിവിനെയും തേജസ് എന്ന് നമുക്ക് പറയാം. ധ്യാന ശ്ലോകത്തിൽ തന്നെ അമ്പോറ്റിയമ്മയെ തേജോമയം എന്നാണ് പറയുന്നത്. തേജസ്സിന്റെ ഉറവിടമാണമ്മ. അമ്പോറ്റിയമ്മയുടെ തേജസാർന്ന മുഖം ദർശിച്ച മാത്രയിൽ തന്നെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് മനമാറ്റം സംഭവിച്ചതായി ഈ സത്സംഗ പരമ്പരയിലൂടെ പലരും പറഞ്ഞു കേട്ടതും അല്ലാതെയും നമുക്കറിയാമല്ലോ. തേജസ്വിയുടെ കണ്ണുകളിൽ ശാന്തിയും സമാധാനവും നമുക്ക് ദർശിക്കാൻ കഴിയുമെന്ന് മാത്രമല്ല, നമുക്കും ആ ശാന്തി അനുഭവപ്പെടുകയും ചെയ്യും. അവർ സദാ സന്തുഷ്ടരായിരിക്കും. തേജസ്വിയുടെ കണ്ണുകൾക്ക് നല്ല തിളക്കമായിരിക്കും, ആരെയും ആകർഷിക്കും. ഇതാന്നൊക്കെ അമ്പോറ്റിയമ്മയുടെ കണ്ണുകൾ കണ്ടില്ലേ? മേക്കപ്പ് കൊണ്ടോ ക്രീം പുരട്ടിയാലോ നമ്മുടെ മുഖത്തോ കണ്ണുകളിലോ ആ തേജസ് കിട്ടില്ല. അപ്പോൾ നമുക്ക് എങ്ങനെ ഗുണങ്ങൾ വളർത്തിയെടുക്കാൻ കഴിയും? നിസ്വാർത്ഥ കർമ്മത്താൽ, അതായത് എല്ലാ കർമ്മങ്ങളും ഈശ്വരാർപ്പണമായി ചെയ്യുമ്പോൾ ഈശ്വരന്റെ പ്രകാശം നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും വരുന്നു. നമ്മളിൽ ആത്മ തേജസ് പ്രതിഫലിക്കാൻ തുടങ്ങുന്നു. ഈ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്ന നമുക്ക് വേണ്ട അടുത്ത ഗുണമാണ് ക്ഷമ. ജീവിതത്തിൽ നമുക്ക് അത്യാവശ്യമായി വേണ്ടതാണിത്. കാത്തിരിക്കാനുള്ള മനസ്സും പൊറുക്കാനുള്ള മനസ്സും രണ്ടും ക്ഷമയാണ്. എന്നാൽ ഇന്നത്തെ ടെക്നോളജി യുഗത്തിലും മനുഷ്യർ കൂടുതൽ അക്ഷമരായി തീർന്നു കൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. ഇപ്പോൾ എന്ത് ചെയ്യുമ്പോഴും ഫോൺ കയ്യിലുണ്ടാവും. ഉറങ്ങുന്ന സമയത്ത് ആരെങ്കിലും മെസ്സേജ് അയച്ചോ എന്നറിയാൻ ഉണർന്നാൽ കണ്ണു തുറക്കാതെ തന്നെ ഫോൺ കയ്യിലാക്കും. നമ്മൾ കരാഗ്രേ വശത്തെ ലക്ഷ്മി എന്ന് ചൊല്ലുന്നതിന് പകരം പലർക്കും കരാഗ്രേ വശത്തെ ഫോൺ എന്നായി മന്ത്രം. അമ്പോറ്റിയമ്മയുടെ ചൊവ്വാഴ്ചത്തെ പ്രസാദവും എനിക്ക് ക്ഷമ പഠിക്കാനുള്ള നല്ലൊരു അവസരമാണ്. ഞങ്ങൾ കുട്ടികൾക്കാണ് ആദ്യം പ്രസാദം കിട്ടുക. പ്രസാദം കിട്ടിയാലും എല്ലാവർക്കും കൊടുത്ത് ശക്തിക്ക് നൽകി എന്നിട്ടല്ലേ നമ്മൾ കഴിക്കുന്നത്. എത്ര വിശന്നാലും മനസ്സടക്കി ക്ഷമയോടെ കാത്തിരിക്കാനുള്ള കഴിവുണ്ട്. ചിലപ്പോൾ എൻ്റെ പ്ലേറ്റിലെ പപ്പടം കാണാതാവുന്നേ ഉള്ളൂ. ക്ഷമയില്ലായ്മ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരിടം നാം ട്രാഫിക് ബ്ലോക്കിൽ പെടുമ്പോഴാണ്. ആളുകൾ അക്ഷമരായി ഹോൺ അടിക്കുന്നതും അസ്വസ്ഥരാകുന്നതും കാണാറില്ലേ? ഈ അവസ്ഥയിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഈ സമയത്ത് നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം. എനിക്ക് ചുവന്ന ലൈറ്റ് മാറ്റി പച്ചയാക്കാൻ പറ്റുമോ? ഇല്ല. അല്ലെങ്കിൽ ഈ റോഡ് ബ്ലോക്ക് ചെയ്ത എല്ലാ വാഹനങ്ങളെയും എടുത്തു മാറ്റി പോകാൻ പറ്റുമോ? ഇല്ല അല്ലേ? ഇവിടെയാണ് അമ്പോറ്റിയമ്മയുടെ ആ വലിയ പാഠം നമ്മൾ ഓർക്കേണ്ടത്. നമ്മളുടെ മനസ്ഥിതി മാറ്റുക. ആ സാഹചര്യത്തെ ഉൾക്കൊണ്ട് പരിസ്ഥിതി മാറ്റാൻ ശ്രമിക്കുന്നതിന് പകരം ക്ഷമയോടെ മനസ്ഥിതി മാറ്റുക. ആ സമയത്ത് ഭജന കേൾക്കുകയോ മന്ത്രം ജപിക്കുകയോ മറ്റോ ചെയ്ത് ആ നിമിഷം കൂടുതൽ സുന്ദരമാക്കാം. അച്ഛൻ്റെ കൂടെ യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് അച്ഛൻ ഞങ്ങൾക്ക് കഥകൾ പറഞ്ഞു തരും. ഏതെങ്കിലും വിഷയത്തെ പറ്റി സംസാരിക്കും, ഭജന കേൾക്കും. അമ്പോറ്റിയമ്മ എന്നെ ക്ഷമ പഠിപ്പിച്ച ഒരു സംഭവം പറയട്ടെ. എല്ലാ കുട്ടികളോടും അമ്പോറ്റിയമ്മ ഭജന എഴുതാൻ പറഞ്ഞിരുന്നല്ലോ. ഞാനും ആ ദിവസം തന്നെ ഒരു ഭജന എഴുതി. എനിക്ക് തന്നെ ഒരു അപമാനം ഒക്കെ തോന്നി. ഞാൻ സ്വയം ആ ഭജന പാടി ആസ്വദിക്കാൻ തുടങ്ങി. ഈ ഭജന തീർച്ചയായും അമ്പോറ്റിയമ്മയ്ക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അമ്പോറ്റിയമ്മയുടെ കൂടെ ഭജന പാടുന്നത് കണ്ട് ഞാൻ മനസ്സിൽ ആനന്ദിച്ചു. അന്ന് വൈകുന്നേരം റെക്കോർഡ് ചെയ്യാൻ സമയമായപ്പോൾ അമ്പോറ്റിയമ്മ എൻ്റെ പേര് വിളിച്ചു. ഞാൻ അമ്പോറ്റിയമ്മയുടെ അടുത്തിരുന്നു. ഞാൻ നല്ലൊരു ഗായികയല്ലെന്ന് എനിക്ക് നന്നായി അറിയാം. അതിനാൽ എനിക്ക് അല്പം ടെൻഷനിലായിരുന്നു. ഞാൻ ഭജന പാടാൻ ആരംഭിച്ചു. അമ്പോറ്റിയമ്മ എന്നെ ഒന്ന് ആദ്യം നോക്കി. പിന്നെ ബ്രഹ്മചാരി രാമാനന്ദ്ജിയോട് എന്നെ ഒന്നും കൂടി ശരിയാക്കി പഠിപ്പിക്കാൻ പറഞ്ഞു. എനിക്ക് ഇടിവെന്നലേറ്റ അവസ്ഥയായിരുന്നു. പക്ഷെ എല്ലാവരുടെയും മുന്നിൽ നിന്ന് കരയാൻ പറ്റുമോ? അപ്പോൾ ഞാൻ കരഞ്ഞില്ല. രാമാനന്ദ്ജി ഈണം കുറച്ചുകൂടി റെഡിയാക്കി തന്നു. വീണ്ടും ദിവസങ്ങൾ കഴിഞ്ഞു. റെക്കോർഡിങ്ങിന് പോകും. പക്ഷെ അമ്പോറ്റിയമ്മ വിളിക്കില്ല.
ദിവസങ്ങൾ കടന്നുപോയി. ഏകദേശം എൻ്റെ കൂടെയുള്ള എല്ലാവരുടെയും ഭജന റെക്കോർഡ് ചെയ്തു. എനിക്ക് സങ്കടം സഹിക്കാൻ വയ്യാതെയായി. അമ്പോറ്റമ്മയ്ക്ക് എൻ്റെ ഭജന ഇഷ്ടമില്ലെന്ന് തോന്നി തുടങ്ങി. ഞാൻ ശരിക്കും ദുഃഖസാഗരത്തിൽ മുങ്ങി. ഒരു ദിവസം സങ്കടം സഹിക്കാൻ വയ്യാതെ ഞാൻ ടെറസിലേക്ക് പോയി. കടലിനെ നോക്കിയിരുന്നു. സൂര്യൻ അസ്തമിച്ചപ്പോൾ എൻ്റെ ഹൃദയം ഇരുണ്ടതായി മാറി. ആഴിക്കുള്ളിൽ ദിനകരൻ മറഞ്ഞു, അണയുന്ന പകലിൻ തേങ്ങലുയർന്നു. വിശ്വശില്പിയുടെ വികൃതികളല്ലേ വിഷാദമെന്തിനു നളിനങ്ങളെ, വിഷാദമെന്തിനു കുരുവികളെ. ശൈലമ്മ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, അമ്മയ്ക്ക് എന്നിൽ നിന്ന് ഇതിനേക്കാൾ നല്ലൊരു ഭജന വേണമായിരിക്കാം. നിനക്കതിന് കഴിയും. നിന്നെ നീ അറിയുന്നതിനേക്കാൾ നന്നായി അമ്മയ്ക്ക് നിന്നെ അറിയാം. അതുകൊണ്ട് നീ പുതിയൊരു ഭജന എഴുതണം എന്ന് പറഞ്ഞു. ഞാൻ പുഞ്ചിരിച്ചു. പക്ഷെ ഉള്ളിൽ ഞാൻ കരയുകയായിരുന്നു. ദിവസങ്ങൾ കടന്നു പോകും തോറും എൻ്റെ ഹൃദയഭാരം കൂടിക്കൂടി വരുന്നതായി തോന്നി. ഒരു ദിവസം മറ്റുള്ളവരുടെ ഭജന റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അമ്പോറ്റമ്മ പറഞ്ഞു, കുരുവിയുടെ ഭജന റെക്കോർഡ് ചെയ്തില്ല അല്ലേ എന്ന്. എനിക്ക് അല്പം ആശ്വാസം തോന്നി. കുറഞ്ഞത് അമ്പോറ്റമ്മ എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നുണ്ടല്ലോ. പാട്ടിൻ്റെ വരികൾ മാറ്റാൻ ശ്രമിക്കണമെന്ന് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ച പുതിയ വരികൾ മനസ്സിൽ വരുമെന്നും ശൈലമ്മ എന്നോട് പറഞ്ഞു. എന്നാൽ സങ്കടക്കടലിൽ മുങ്ങിയിരിക്കുമ്പോൾ ഏതെങ്കിലും വരികൾ എൻ്റെ മനസ്സിൽ വരുന്നത് എങ്ങനെയാണ്? എന്നിട്ടും ഞാൻ ശ്രമിച്ചു. ഒരു ദിവസം വൈകിട്ട് ഭജന സമയത്ത് അമ്പോറ്റമ്മ മൈക്കിലൂടെ അത് പരസ്യമാക്കി. ഭജന പാടാനായി കുരുവി ജപിച്ചുകൊണ്ട് നടക്കുകയാണെന്ന്. അതിനുശേഷം എല്ലാവരും എന്നോട് ചോദിച്ചു, നിന്റെ റെക്കോർഡിംഗ് എപ്പോഴാണ്? നിന്റെ റെക്കോർഡിംഗ് കഴിഞ്ഞോ? നീ എപ്പോഴാണ് അമ്പോറ്റമ്മയോടൊപ്പം പാടാൻ പോകുന്നത്? എനിക്കറിയില്ല. ഇതുകൊണ്ട് എല്ലാവരുടെയും റെക്കോർഡിംഗ് സമയത്ത് ഞാൻ എല്ലാവരുടെയും നിന്നും ഒളിച്ച് സ്റ്റേജിൻ്റെ പുറകിലിരുന്നു. അങ്ങനെ ഇരിക്കുന്നത് ശരിയല്ല എന്ന് അമ്പോറ്റമ്മയുടെ അടുത്ത് മുന്നിൽ പോയി തന്നെ ഇരിക്കണമെന്നും ശൈലമ്മ നിർബന്ധിച്ചു. മനസ്സില്ലാ മനസ്സോടെ അന്ന് അമ്പോറ്റമ്മയുടെ മുന്നിൽ പോയിരുന്നു. പെട്ടെന്ന് അമ്പോറ്റമ്മയൊന്ന് കടാക്ഷിച്ചു. കാരുണ്യത്തോടെ പുഞ്ചിരി തൂകിക്കൊണ്ട് ആ കടാക്ഷം, ആ മന്ദഹാസം, അതിൽ ഞാൻ എല്ലാം മറന്നു. മരുഭൂമിയിൽ ഒരു തണുത്ത കാറ്റ് വീശിയ പോലെ, കുളിർമഴ പെയ്തതുപോലെ എൻ്റെ ഹൃദയത്ത് തേൻമഴ പെയ്യുകയായിരുന്നു. ആനന്ദത്താൽ ഞാൻ തുള്ളിച്ചാടി. ഞാൻ ശൈലമ്മയോട് പറഞ്ഞു, ഇനി എൻ്റെ ഭജന അമ്പോറ്റമ്മ പാടിയില്ലെങ്കിലും വിഷമമില്ല. എന്തൊരു സുഖം, എന്തൊരാനന്ദം. അപ്പോൾ തന്നെ ഞാൻ പുതിയ വരികൾ എഴുതി. തൂമന്ദഹാസത്തിൻ തേൻമഴയാൽ അക്കത്താറ് കുളിര കിടണേ, കനിവാർന്നൊരാ കടാക്ഷത്താ ആനന്ദാമൃതം മേക്കനമമ്മേ. എനിക്ക് എന്തെന്നില്ലാത്തൊരു ശാന്തി തോന്നി. ഞാൻ എഴുതിയ ഭജനയിലെ ഓരോ വരികളും എൻ്റെ അനുഭവമായിരുന്നു. എന്നിലൂടെ അമ്പോറ്റമ്മയാണ് ഭജന എഴുതിയത് എന്ന് എനിക്ക് തോന്നാൻ തുടങ്ങി. പിന്നെ അത് എൻ്റെ ഭജന എന്നതിൽ നിന്ന് അമ്പോറ്റമ്മയുടെ ഭജനയായി മാറി. അമ്പോറ്റമ്മ എന്നെ ഒരു ഉപകരണമാക്കിയതുപോലെ തോന്നി. ഞാൻ സന്തോഷത്തോടെ പുതിയ വരികളുമായി വീണ്ടും റെക്കോർഡിങ്ങിന് പോയിരുന്നു. ചെന്ന നിമിഷം തന്നെ അമ്പോറ്റമ്മ പറഞ്ഞു, കുരുവിയുടെ ഭജന ഇന്ന് റെക്കോർഡ് ചെയ്യാമെന്ന്. അങ്ങനെ ഏപ്രിൽ മാസത്തിൽ എഴുതി തുടങ്ങിയ ഭജന ഏകദേശം 5 മാസങ്ങൾക്ക് ശേഷം സെപ്റ്റംബർ 9 കൃഷ്ണ ജന്മാഷ്ടമിയുടെ തലേന്ന് അമ്പോറ്റമ്മ റെക്കോർഡ് ചെയ്തു. അമ്പോറ്റമ്മ എൻ്റെ അഹങ്കാരം ഇല്ലാതാക്കുകയും ക്ഷമ പഠിപ്പിക്കുകയും ഇതിലൂടെ ചെയ്തു.
അടുത്തതായി നമുക്ക് വേണ്ട ഒരു ദൈവിക ഗുണമാണ് ധൃതി. അതായത് ഏത് പ്രതിബദ്ധത്തെയും ഇച്ഛാശക്തി കൊണ്ടും മറികടക്കാനുള്ള കഴിവാണ് ധൃതി. നമുക്ക് വേദന സഹിക്കും കഴിയുമ്പോൾ നമ്മൾ മാനസികമായും ശാരീരികമായും ശക്തരാകുന്നു, ധീരരാകുന്നു. ഇപ്പോൾ ആളുകൾക്ക് ശരീരത്തിൽ മസിലുകൾ ഉണ്ടെങ്കിലും മനസ്സിൽ മസിലുകളില്ലെന്ന് അമ്പൂച്ചമ്മ പറയുന്നു. അതായത് ഒന്നും താങ്ങാനുള്ള ശക്തിയില്ലെന്ന്, മനഃശക്തി ഇല്ലാതായിരിക്കുന്നു എന്ന്. കുട്ടികൾ വളർന്നു വരുന്ന സാഹചര്യങ്ങളാവാം അവരെ അങ്ങനെ ആക്കുന്നത്. അമ്പൂച്ചമ്മ പറയാറുണ്ട്, ഇപ്പോൾ കുട്ടികളെ വെറും പേപ്പർ പൊക്കാനാണ് ശീലിപ്പിക്കുന്നത് എന്ന്. അത് കാരണം ഭാരമുള്ളതൊന്നും അവർക്ക് എടുക്കാൻ പറ്റുന്നില്ല. പണ്ടുള്ളതിനേക്കാൾ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെട്ടുവെങ്കിലും കുട്ടികൾ നിസ്സാര കാര്യങ്ങൾക്ക് പോലും ജീവിതം അവസാനിപ്പിക്കുന്നു. പ്രതികൂല സാഹചര്യത്തെ എങ്ങനെ നേരിടണമെന്ന് അറിയാത്തതിനാൽ വിഷാദത്തിലേക്കും ആത്മഹത്യയിലേക്കും എത്തിപ്പെടുന്നു. ഇത് ഒഴിവാക്കാനായി കുട്ടികൾക്ക് ആധ്യാത്മിക ജ്ഞാനം ലഭിക്കണം. അത് വീട്ടിൽ നിന്നും വിദ്യാലയത്തിൽ നിന്നും കിട്ടേണ്ട പാഠങ്ങളാണ്. അപ്പോൾ എങ്ങനെ നമുക്ക് ഈ ധൃതി വളർത്തിയെടുക്കാൻ കഴിയും? ഒരു പ്രതികൂല സാഹചര്യം വന്നാൽ അതിൽ നിന്ന് ഒളിച്ചോടുകയല്ല, പകരം അത് അമ്പൂച്ചമ്മയുടെ ടെസ്റ്റ് പേപ്പറാണ്. അതിൽ മുഴുവൻ മാർക്കും വാങ്ങി പാസ്സാകണമെന്ന് മനസ്സിലുറപ്പിക്കണം. ദുഃഖമായി തോന്നാനുള്ള കാരണങ്ങളെ ആത്മപരിശോധന ചെയ്ത് കണ്ടെത്തി മനസ്സിനെ പാകപ്പെടുത്തണം. അങ്ങനെ അതിനെ ധീരമായി നേരിടണം. ഉദാഹരണത്തിന് പഴയ പോലെ അമ്പൂച്ചമ്മയുടെ അടുത്തിരിക്കാൻ പറ്റുന്നില്ല. മറ്റു കുഞ്ഞു കുട്ടികളോട് അമ്പൂച്ചമ്മ കൂടുതൽ സംസാരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കാം. മുമ്പ് അമ്പൂച്ചമ്മ കുറേ സമയം തന്നിരുന്നു. അന്ന് ഞാൻ കൂടുതൽ നിഷ്കളങ്കയായിരുന്നു. എൻ്റെ കുഞ്ഞനിയനും കുഞ്ഞനീത്തിയുമല്ലേ അവർ. അവരോട് അമ്പൂച്ചമ്മ സംസാരിക്കുമ്പോൾ അത് എന്നോട് പറയുന്നതായി ചിന്തിച്ച് ആനന്ദിക്കാം. അങ്ങനെ നമ്മൾ ധൃതി വളർത്തിയെടുക്കണം. അടുത്തതായി ഈ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്ന ശൗചത്തെക്കുറിച്ചാണ്. ശൗചം എന്നാൽ ബാഹ്യവും ആന്തരികവുമായ ശുചിത്വമാണ്. നമ്മുടെ ചുറ്റുപാടും ശരീരവും വൃത്തിയാക്കുന്നതിലൂടെ ബാഹ്യ ശുചിത്വവും മനസ്സിൻ്റെ മാലിന്യങ്ങൾ വൃത്തിയാക്കുന്നതിലൂടെ ആന്തരിക ശുചിത്വവും നടക്കുന്നു. ഇനി ശൗചമില്ലെങ്കിലോ? ഉദാഹരണത്തിന് ഒരു വ്യക്തി ഒരാഴ്ചയോളം കുളിച്ചില്ല എന്ന് വിചാരിച്ചു. ദുർഗന്ധം കാരണം ആരും അയാളുടെ അടുത്ത് വരില്ലെന്ന് മാത്രമല്ല, ആ വ്യക്തി ക്ഷീണവും അലസതയും അനുഭവപ്പെടുന്നു. അതുപോലെ തന്നെയാണ് ആന്തരിക ശുചിത്വം. നമ്മളുടെ ബാഹ്യ ശുചിത്വം ചുറ്റുപാടുകൾ വൃത്തിയാക്കുന്നത് പോലെ തന്നെ മനസ്സിനെ മാലിന്യങ്ങൾ വൃത്തിയാക്കുന്നത് വളരെ പ്രധാനമാണ്. അമ്പൂച്ചമ്മ നിരന്തരം അനുഭവങ്ങൾ നൽകി നമ്മളിലെ ആന്തരിക ശുചീകരണം നടത്തിക്കൊണ്ടേയിരിക്കുന്നു. എൻ്റെ ഒരു അനുഭവം പറയട്ടെ. എനിക്ക് മൈഗ്രെയിൻ വന്നപ്പോൾ അമ്പൂച്ചമ്മ എന്നോട് ചോക്ലേറ്റ് ഉപേക്ഷിക്കാൻ പറഞ്ഞു. എനിക്കേറെ ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ് ഉപേക്ഷിക്കാൻ എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. പിറ്റേ ദിവസം മുതൽ സ്വാമിമാരും ചേച്ചിമാരും പതിവിൽ കൂടുതൽ ചോക്ലേറ്റ് എനിക്ക് സമ്മാനിക്കാൻ തുടങ്ങി. അത് വേണ്ട എന്ന് വെക്കുന്നത് എനിക്ക് വലിയ പരീക്ഷണം തന്നെയായിരുന്നു. അമ്പൂച്ചമ്മയുടെ വാക്കുകൾ മനനം ചെയ്ത് എല്ലാം ഞാൻ വേണ്ടെന്ന് വെക്കുന്നുണ്ട്. ഇടയ്ക്ക് തോന്നും അമ്പൂച്ചമ്മയുടെ അടുത്ത് അല്പം ചോക്ലേറ്റ് കഴിച്ചോട്ടെ എന്ന് ചോദിച്ചാലോ എന്നൊക്കെ. ഇപ്പോഴും ഞാൻ ചോക്ലേറ്റ് കഴിക്കാതിരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പൂർണ്ണമായും അതിനോടുള്ള ഇഷ്ടം പോക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല അമ്മ. ബാഹ്യവസ്തുക്കളിൽ നിന്നുള്ള സുഖം ശാശ്വതമല്ല എന്നൊക്കെ തിയറി അറിയാമെങ്കിലും ചോക്ലേറ്റിനോടുള്ള ആഗ്രഹം വെടിയാൻ പറ്റുന്നില്ല. അമ്മൂച്ചമ്മ തന്നെ കനിഞ്ഞ് മനസ്സിലേക്ക് വൈരാഗ്യം നൽകി എൻ്റെ ആ തൃപ്പാദത്തിലേക്ക് എത്തിക്കണേ. ഒരു സാധകന് വേണ്ട മറ്റൊരു ദൈവിക ഗുണമാണ് അദ്രോഹം. അദ്രോഹം എന്നാൽ വേദനിപ്പിക്കാതിരിക്കൽ. മനസ്സ വാച കർമ്മണ ആരെയും ഉപദ്രവിക്കരുത്. ഒരു വ്യക്തി മനഃപൂർവ്വം ഒരു പ്രശ്നം സൃഷ്ടിക്കുമെങ്കിൽ അത് ദ്രോഹമാണ്. അതായത് ഒരാളെ വേദനിപ്പിക്കുന്നത് അസുര സ്വഭാവമാണ്. ഉദാഹരണത്തിൽ ഒരാൾ
പണത്തിനായി ഒരു വ്യക്തിയെ കൊല്ലുന്നു. അത് ദ്രോഹമാണ്. എന്നാൽ ഒരു ഡോക്ടർ ശസ്ത്രക്രിയയിലൂടെ രോഗബാധിതമായ ഒരു ഭാഗം മുറിച്ചു മാറ്റുമ്പോൾ അത് വേദനാജനകമായേക്കാം. ചിലപ്പോൾ രോഗി മരിച്ചെന്നും വരാം. പക്ഷേ രോഗിയെ രക്ഷിക്കുക എന്നതാണ് അതിൻ്റെ പിന്നിലെ ഉദ്ദേശം. അതിനാൽ അത് അദ്രോഹമാണ്. കുഞ്ഞായിരുന്നപ്പോൾ ദിവസവും അമ്പൂറ്റമ്മയുടെ അടുത്ത് പോകുമ്പോൾ ഓരോ പൂവ് കൊണ്ടുപോകുമായിരുന്നു. അമ്പൂറ്റമ്മ ആ പൂവ് സ്വീകരിക്കുന്നതിന് മുമ്പ് ഇതെവിടുന്ന് കിട്ടി എന്ന് ചോദിച്ച് പിച്ചിയെടുത്തതല്ലെന്ന് ഉറപ്പ് വരുത്തുന്നുണ്ടായിരുന്നു. എന്നിട്ട് പറയും, പൂക്കൾ പിച്ചുമ്പോൾ ചെടിക്ക് വേദനിക്കുമെന്ന്. അതിനുശേഷം വീണ് കിടക്കുന്ന പൂക്കൾ മാത്രമേ എടുക്കാൻ ശ്രമിക്കാറുള്ളൂ. ഇതിലൂടെ എനിക്ക് എല്ലാ ചെടികളോടും ജീവികളോടും സ്നേഹവും കൂറും തോന്നാൻ തുടങ്ങി. ഈ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്ന അടുത്ത ഗുണമാണ് അതിമാനിത. അതിമാനിത എന്നാൽ സ്വയം മഹത്വത്കരണം, ആത്മപ്രശംസ എന്നിവയാണ്. അതിമാനിത എന്ന വിനയം. ഭഗവാൻ പറയുന്ന 24 ദൈവിക ഗുണങ്ങളുടെ ആധാരമാണ് വിനയം. ഒരാളെയും തന്നേക്കാൾ താഴെയാണെന്ന് ചിന്തിക്കാതിരിക്കുക. എത്ര വലിയ കൊടുങ്കാറ്റിനും പുൽക്കൊടിയെ പിഴുതെറിയാൻ പറ്റില്ലല്ലോ. ഒരു വ്യക്തി എളിമയുള്ളവനാകുമ്പോൾ എല്ലാറ്റിനെയും സ്വീകരിക്കുന്നു. അതിമാനിതയുടെ വിപരീതമാണ് ആസുരിക ഗുണമായ അതിമാനിത. ഹിരണ്യകശിപുവിനെ പോലെ ഒരു വ്യക്തി തന്നെ മാത്രം ആരാധിക്കാനും പ്രശംസിക്കാനും ആവശ്യപ്പെടുന്നതാണ് അതിമാനിത. സ്വന്തം മകനായ പ്രഹ്ലാദൻ ഉൾപ്പെടെ എല്ലാവരോടും തന്നെ മാത്രം പ്രശംസിക്കാനും ബഹുമാനിക്കാനും ആരാധിക്കാനും നിർബന്ധിച്ചു. ഈശ്വരനെ പൂർണ്ണമായും തിരസ്കരിച്ചു. അവസാനം ഹിരണ്യകശിപുവിന്റെ നാശത്തിൽ അത് കലാശിച്ചു. സ്വയം മഹത്വത്കരണം ആത്മഹത്യക്ക് തുല്യമാണെന്ന് പറയുന്ന ഒരു രംഗമുണ്ട് മഹാഭാരതത്തിൽ. കുരുക്ഷേത്ര യുദ്ധത്തിൽ അർജുനൻ കർണനെ വധിച്ചില്ലെന്ന് വാർത്ത കേട്ടപ്പോൾ യുധിഷ്ഠിരൻ കോപാകുലനായി പറഞ്ഞു, നീ നിന്റെ ഗാണ്ഡീവം മറ്റാർക്കെങ്കിലും നൽകിയിരുന്നെങ്കിൽ അവർ കർണനെ വധിക്കുമായിരുന്നു. ഈ പ്രസ്താവന അർജുനനെ ശരിക്കും പ്രകോപിപ്പിച്ചു. തൻ്റെ ഗാണ്ഡീവത്തെ ആരെങ്കിലും പരിഹസിച്ചാൽ ആ നിമിഷം അവനെ കൊല്ലുമെന്ന് അദ്ദേഹം ശപഥം ചെയ്തിരുന്നു. പക്ഷേ ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, എല്ലാവരുടെയും മുന്നിൽ വെച്ച് നീ നിന്റെ സഹോദരനെ അപമാനിച്ചാൽ മതി. അത് അവനെ കൊല്ലുന്നതിന് തുല്യമാണ്. അർജുനൻ അത് അനുസരിച്ചു. എന്നാൽ അർജുനൻ തൻ്റെ ജ്യേഷ്ഠ സഹോദരനോട് അനാദരവ് കാണിച്ചല്ലോ പോയല്ലോ എന്ന് വിഷമിച്ച് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു. അവിടെയും ഭഗവാൻ രക്ഷയ്ക്കായി എത്തി. നീ ആത്മപ്രശംസ നടത്തുക, അത് ആത്മഹത്യക്ക് തുല്യമാണെന്ന് ഭഗവാൻ പറഞ്ഞു. അതായത് സ്വയം പുകഴ്ത്തൽ ആത്മഹത്യയാണെന്നർത്ഥം. അതുകൊണ്ട് തന്നെ എപ്പോഴും സീറോ ആയാൽ ഹീറോ ആക്കും എന്ന അമൃതവാക്യം നമുക്ക് മനനം ചെയ്ത് ജീവിതത്തിൽ പകർത്താൻ കഴിയണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദേവീ സമ്പദ് ഗുണങ്ങളിലെ ഒന്നെങ്കിലും അതിൻ്റെ പൂർണ്ണതയിൽ സീറോ ആയാൽ ഹീറോ ആകാം എന്ന അമൃതവാക്യം നമുക്ക് മനനം ചെയ്ത് ജീവിതത്തിൽ പകർത്താൻ കഴിയണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദേവീ സമ്പദ് ഗുണങ്ങളിൽ ഒന്നെങ്കിലും അതിൻ്റെ പൂർണ്ണതയിൽ ഉണ്ടായാൽ ബാക്കി എല്ലാ ഗുണങ്ങളും നമ്മളിൽ വന്ന് നിറയും. അതായത് കസരയുടെ ഒരു കാല് വലിച്ചാൽ മറ്റു 3 കാലും കൂടെ വരുമെന്ന് അമ്പൂറ്റമ്മ പറയുന്നത് പോലെ. ഈ സത്സംഗം എഴുതുമ്പോൾ എൻ്റെ അവസ്ഥ കഷ്ടം തന്നെയാണമ്മ. ആധ്യാത്മികമായി സാധന ഒന്നും ചെയ്യാതിരിക്കുമ്പോൾ വീട്ടിൽ അമ്മ എപ്പോഴും വഴക്ക് പറയും. അപ്പോൾ ഞാൻ സങ്കടപ്പെടും. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിക്കും, ഇനി നല്ല കുട്ടിയാവും. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് അർച്ചനയ്ക്ക് പോകും. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് വീണ്ടും പഴയ പൊടി. ഇതിൽ ഏറ്റവും വലിയ തമാശ ഉണ്ടായത് എൻ്റെ അമ്മയുടെ സത്സംഗത്തിൽ മരണത്തിൻ്റെ വക്കിൽ നിന്നും അമ്പൂറ്റമ്മ എന്നെ രക്ഷിച്ച് പുനർജന്മം നൽകിയ അനുഭവം കേട്ടപ്പോഴാണ്. അമ്പൂറ്റമ്മയുടെ കൃപയാൽ പുനർജന്മം കിട്ടിയ ഞാൻ ഇനി മുതൽ മുഴുവൻ സാധനയിൽ മുഴുകുമെന്ന് തീരുമാനിച്ചു. രാവിലെ 3:30 ആരും വിളിക്കാണ്ട് എഴുന്നേറ്റ് കുളിച്ച് രാവിലെ 4:30 ആകുന്നതിന് മുമ്പ് കാളിക്ഷേത്രത്തിൽ എത്തി
അർച്ചനയിൽ പങ്കെടുക്കാൻ തുടങ്ങി. എൻ്റെ അച്ഛനും അമ്മയും അവളെ അന്തം വിട്ട് നോക്കിയിരിക്കുന്നത് ഞാൻ കാണുന്നുണ്ടായിരുന്നു. 4:30 ഉണർന്നാൽ മതിയെന്ന് ശൈലമ്മയുടെ ഉപദേശം ഞാൻ ചെവി കൊണ്ടതേയല്ല. അങ്ങനെ ഒരു മാസം കഴിഞ്ഞു. പക്ഷേ എല്ലാം തകിടം മറിഞ്ഞു. തമസിലേക്ക് പിന്നെയും അകപ്പെട്ടു. പഴയ പോലെ ശരിക്കും എനിക്ക് ആഗ്രഹമുണ്ടമ്മേ. ചിട്ടയായി സാധന അനുഷ്ഠിക്കുന്ന അമ്പോറ്റമ്മ ആഗ്രഹിക്കുന്ന രീതിയിൽ വളർന്ന അമ്പോറ്റമ്മയുടെ ഉപകരണമായി മാറി. അമ്പോറ്റമ്മയിൽ ചേരാൻ അതിനായി അനുഗ്രഹിക്കണേ അമ്പോറ്റമ്മേ. അമ്പോറ്റമ്മേ, ഞങ്ങളുടെ മനസ്സാകുന്ന പാത്രം ദേവി സമ്പത്താൽ കഴുകി ആ പാത്രത്തിലേക്ക് അമ്പോറ്റമ്മയുടെ ജ്ഞാനപ്പാൽ നിറച്ച് അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്പോറ്റമ്മ നൽകിയ ഈ വാക്കുകൾ അമ്പോറ്റമ്മയുടെ പാദപത്മങ്ങളിൽ പൂജാമലരുകളായി അർപ്പിക്കുന്നു. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാർവാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്യൈ അംബാമൃതായൈ സമർപ്പയാമി. ഓം അമൃതേശ്വരേ നമഃ.